ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ബിരിയാണിയാണ് കേട്ടോ. ഇത് നമ്മൾ ചോറ് വേറെ ഇറച്ചി വേറെയാണ്, മസാല വേറെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാണെങ്കിലും ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറ് മാത്രം കഴിക്കാനാണെങ്കിലും ഇതിൻ്റെ മസാല ആണെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിന് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ എടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര്. വിനാഗിരിയോ നാരങ്ങ നീരോ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കൻ കുഴച്ച് വെക്കട്ടോ. കുഴച്ചിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂറും മാറ്റി വെക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കനിലെ വെള്ളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കൻ മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെയാണ് കുറച്ച് ഉള്ളി ഇട്ടിട്ട് 4 ഉള്ളി ഇട്ടിട്ടുണ്ട്. അത് നന്നായി വഴന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, പച്ചമുളകൊക്കെ പാടെ അരച്ചതാണ്. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്. എല്ലാം വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളവും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കന് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടണം. ചിക്കൻ വെന്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നെയ്യും ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് ഞാൻ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്ക് ചോറ് വെക്കാൻ കുറച്ച് ഓയിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, പച്ചമുളകൊക്കെ പാടെ അരച്ച പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ നമ്മൾ കഴുകി വാര വെച്ച അരി ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ചതിന് ശേഷം ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് കിട്ടും. ചോറ് വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചോറ് വിളമ്പാം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കി. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ബിരിയാണിയാണ് കേട്ടോ. ഇത് നമ്മൾ ചോറ് വേറെ ഇറച്ചി വേറെയാണ്, മസാല വേറെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാണെങ്കിലും ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറ് മാത്രം കഴിക്കാനാണെങ്കിലും ഇതിൻ്റെ മസാല ആണെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിന് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ എടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര്. വിനാഗിരിയോ നാരങ്ങ നീരോ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കൻ കുഴച്ച് വെക്കട്ടോ. കുഴച്ചിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂറും മാറ്റി വെക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കനിലെ വെള്ളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ